ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ കുട്ടീസ് കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു വണ്ടർലയിൽ പോകണമെന്ന്, എറണാകുളത്തുള്ള വണ്ടർലയിൽ. അങ്ങനെ നമ്മൾ രാവിലെ കണ്ണൂരിൽ നിന്ന് 8:30 വന്ദേ ഭാരതിന് പിടിച്ചു. പിന്നെ അതിനുശേഷം എറണാകുളത്തെ മെട്രോയിലേക്ക് ഒന്ന് കയറി. അങ്ങനെ മെട്രോയിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെട്രോയിൽ നിന്ന് നേരെ ഒരു ഓട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് നമ്മുടെ വണ്ടർല സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓട്ടോ എടുത്ത് നമ്മൾ വണ്ടർലയിലോട്ട് പോയി. വണ്ടർലയിലോട്ട് പോയെന്ന് വെച്ചാൽ ഫെബ്രുവരി 14 കേട്ടോ, വാലന്റൈൻസ് ഡേയുടെ അന്നായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തി. 11 മണിക്കാണ് എൻട്രി. അപ്പോൾ നമ്മൾ ആ എൻട്രി ആവുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരു ക്യൂ ഉണ്ടോ, ഈ ക്യൂ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ കണ്ടോ, ഇത് കയറുന്ന സമയത്തുള്ള തിരക്കാണ്. എന്തൊരു തിരക്കാന്ന് നോക്കിയേ. ആൾക്കാർ ഈ നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ്, ഔട്ട് ഓഫ് കേരള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു നവംബർ 14 ആയതുകൊണ്ട്. നമ്മൾ ഉള്ളിക്കാരെ കൊണ്ട് തന്നെ നമ്മളെ 2 ചേട്ടന്മാർ നമ്മളെ വെൽക്കം ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുട്ടീസ് അവർക്ക് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് നേരെ പിന്നെ നമ്മൾ ബസ്സൊക്കെ മാറിയിട്ടായിരുന്നു പുറത്ത് വന്നത്. അങ്ങനെ നേരെ റൈഡ്സിലോട്ട് പോയി. ഇതൊക്കെ ജിയാൻ റൈഡാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഡേഞ്ചറസ് അഡ്വഞ്ചറസ് എന്ന് പറയാം. അങ്ങനെയുള്ള റൈഡുകളാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള റൈഡാണ് സൗദിയിൽ നിന്ന് ബ്രേക്കായിട്ട് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ആകാശത്തൊട്ടിൽ കയറി. ആകാശത്തൊട്ടിൽ നിന്ന് കയറിയ സമയത്ത് നമുക്ക് ആ ഒരു വണ്ടർലയുടെ ആ ഒരു പോർഷൻ, കൊച്ചിയുടെ ആ ഒരു മനോഹാരിത, നമുക്ക് ആ ഒരു ഗ്രീനറി നമുക്ക് ശരിക്കും അതിൻ്റെ മേലെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം കുട്ടീസിനൊക്കെ കയറാൻ പറ്റുന്ന നല്ല നല്ല റൈഡ്സുകളൊക്കെ ഉണ്ട്. മുതിർന്നവർക്കും കുട്ടീസിനൊക്കെ കയറാൻ പറ്റുന്ന റൈഡ്സ് ഉണ്ട്. പക്ഷേ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ. കുട്ടികൾക്ക് 1650 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. മുതിർന്നവർക്ക് 1900 വരും. പക്ഷെ നമ്മൾക്ക് ഫെബ്രുവരി 14 ആയതുകൊണ്ട് ആദ്യമേ ടിക്കറ്റ് എടുത്തുകൊണ്ട് വാലന്റൈൻസ് ഡേയുടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേ ഉള്ള മാസം അവർ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടിക്കറ്റ് ഞങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടായിരുന്നു കേട്ടോ. റൈഡ്സൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല, ഒരുപാട് റൈഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ റൈഡ്സും പിന്നെ അതുപോലെ തന്നെ ലാൻഡ് റൈഡ്സും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കയറാൻ കുറേ ഉണ്ട്. പക്ഷേ അവരുടെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 11 മണിയാണ്. ഈ വാട്ടർ റൈഡ്സൊക്കെ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് പിന്നെ ഡ്രോബാക്സ് ഉണ്ട്. പക്ഷെ എന്നാലും മൊത്തത്തിൽ ഓക്കെയാണ്. പക്ഷേ എനിക്ക് മോശമായിട്ട് തോന്നുന്നത് വെച്ചാൽ ഈ ലോക്കറുകളൊക്കെ ഉണ്ടല്ലോ. ലോക്കറൊക്കെ വെച്ചാൽ അവർ 400 രൂപയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. 50 രൂപ മാത്രമേ തിരിച്ച് റീഫണ്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ചിലപ്പോൾ അങ്ങനെയല്ല, ആ റീഫണ്ട് കറക്റ്റ് ഫുള്ളായിട്ട് കൊടുക്കും. ലോക്കറിൻ്റെ ചാവി തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടോ. ബാക്കിയുള്ള റൈഡ്സൊക്കെ ഓക്കാൻ കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല രസമാണ്. മൊത്തത്തിൽ നമ്മൾ കുട്ടീസൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അവിടെ സ്പെഷ്യലായിട്ടുള്ള കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ സെപ്പറേറ്റ് അഡീഷണൽ നമ്മളവിടെ ബുക്ക് ചെയ്തിട്ട് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് അതും കൂടി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഒന്ന്. പിന്നെ ഇതാണ് ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ്, അവരുടെ പൂളിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിലാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു. കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. പിന്നെ നല്ലൊരു ലൊക്കേഷനാണ്. കൊച്ചിയിൽ നിന്ന് ഒരു 10-13 കിലോമീറ്റർ, കൊച്ചി ടൗണിൽ നിന്ന് 10-13 കിലോമീറ്റർ മാറിയിട്ടാണ്